നമസ്കാരം. കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 25 രാവിലെ 9 മണിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഒരു ദിവസം വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അലാറത്തിൻ്റെ ശബ്ദമില്ലാത്ത ഒരു ഇസ്രായേൽ. ഒന്നും പറയാനില്ല. സീസ് ഫയർ നിലവിൽ വന്നിരിക്കുന്നു. ഇസ്രായേൽ നിരത്തുകളടക്കം നഗരങ്ങളും ഗ്രാമങ്ങളും അടക്കം എല്ലായിടങ്ങളും ആക്റ്റീവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബെൻഗുറിയൻ എയർപോർട്ട് അഥവാ ടെലവീവ് എയർപോർട്ട് ഫുള്ളി ഫങ്ഷൻ ആയിരിക്കുന്നു. അതായത് എയർ സ്പേസ് തുറന്നിരിക്കുന്നു. എയർപോർട്ട് ഫ്ലൈറ്റുകൾക്ക് പറക്കാവുന്ന രീതിയിൽ സജ്ജമായിരിക്കുന്നു. എയർലൈൻ കമ്പനികൾ പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ 1-ാം തീയതി മുതൽ എത്യോപ്യൻ എയർലൈൻസിൻ്റെ സ്കെഡ്യൂൾ അവൈലബിൾ ആണ്. സീറ്റ് അവൈലബിലിറ്റി കുറവാണ്. കാര്യം ഫാസ്റ്റ് ബുക്കിംഗ് ഒക്കെ വരുന്നതുകൊണ്ടും പല ആളുകളും ടിക്കറ്റ് മാറ്റുന്നതുകൊണ്ടും. എന്നാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നാളെ കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് പുതിയ കണക്ഷനുകൾ അഥവാ നമ്മുടെ എത്തിഹാദ്, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ് അങ്ങനെയുള്ള കണക്ഷനുകളൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ എയർ ട്രാഫിക്കിന് രണ്ടാമത് മൊത്തത്തിൽ റീസ്കെഡ്യൂൾ ചെയ്യണം. കാര്യം എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ആയിരുന്നത് കൊണ്ട് തന്നെ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, ക്രമീകരണങ്ങളിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. കാര്യം അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ള ഞങ്ങളുടെ മാത്രം 45 പാസഞ്ചേഴ്സാണ് ഈ ജോർഡാൻ വഴി വന്നത്. അതിൽ ഇന്ന് ഓൾറെഡി ഫ്ലൈറ്റിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഒരു 16 പേരും കൂടെ, വേറെ 16 പേരും കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 10-200 പേര്, 200 ഇല്ലെങ്കിൽ 100-150ഓളം പേരോളം വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പം നിലവിലത്തെ സാഹചര്യങ്ങൾ വളരെ ആശ്വാസകരമാണ്. സീസ് ഫയർ കണ്ടിന്യൂ ചെയ്തു പോകട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എല്ലായിടത്തും. എന്തായാലും നിലവിൽ എയർപോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് സ്കെഡ്യൂളുകൾ ഘട്ടം ഘട്ടമായിട്ട് വരും ദിവസങ്ങളിലായിട്ട് തുറക്കുന്നതായിരിക്കും. യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്കും എയർ ടിക്കറ്റ് എടുക്കാനായിട്ടും അല്ലെങ്കിൽ യാത്രാ സംബന്ധമായ എന്ത് സംശയങ്ങളുമായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലാസ്റ്റ് ടൈം ഒരു അപ്ഡേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് എക്സ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു സംഭവം ഫ്ലൈറ്റിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഫ്ലൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ അല്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രയാസത്തിലും, എന്തിനധികം ഇന്നലെ എൻ്റെ കൂട്ടുകാരുടെ ഫാദർ മരണപ്പെട്ടു. പക്ഷെ അവന് പോകാനായിട്ട് സാധിക്കുന്നില്ല. കാര്യം ഫ്ലൈറ്റ് ഓപ്പറേഷനിലില്ലാത്തത് കൊണ്ട്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് കൂടെ അവൻ വിളിച്ചുള്ളൂ. ഞാനിപ്പോഴും കൊണ്ടുവരട്ടെ, ജൂലൈ 1-ാം തീയതി തൊട്ടാണ് ഇപ്പോൾ സ്കെഡ്യൂൾ കാണിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് എല്ലാവരുടെയും ലൈഫിനും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഫ്ലൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തായാലും അടുത്തൊരു അപ്ഡേഷനുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്